നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ശബരിമല കൊള്ളയിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെയൊക്കെ തന്നെ അടിത്തറ വരെ തോണ്ടുന്ന അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശ്വാസകരമെന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇന്ന് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള സ്വർണം അവിടെ സേഫായിട്ട് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത് കണ്ടെത്തി എന്ന് കരുതി ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇതിന് പിന്നിലുള്ള വമ്പന്മാരെ തേടി തന്നെയാണ് SIT ഏതായാലും അവരുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ പറയുന്ന പോറ്റിയുടെ ഏറ്റവും വലങ്കൈ ഗോവർദ്ധൻ എന്ന് പറയുമ്പോഴും ഗോവർദ്ധൻ ഒരു സ്പോൺസർ എന്നുള്ള രീതിയിലാണ് നമ്മളുടെയൊക്കെ മുമ്പിൽ ആദ്യമായിട്ട് കാണാൻ പറ്റിയത്. പക്ഷെ പിന്നീടാണ് അറിയുന്ന പോറ്റി കൊണ്ടു കൊടുക്കുന്നതെല്ലാം ഗോവർദ്ധനാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻ ഉരുക്കിയെടുത്ത 109 ഗ്രാം സ്വർണം അവരുടെ കൈക്കൂലിയായിട്ടും ബാക്കിയുള്ള 460 ഗ്രാം സ്വർണം കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും വന്ന് വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ പിന്നീട് സ്മാർട്ട് ക്രിയേഷൻ പറയുന്ന ഇതേ കൽപേഷ് തന്നെയാണ് ഗോവർദ്ധൻ എന്നുള്ളത്. അപ്പോൾ ഗോവർദ്ധൻ്റെ നേരേക്കാണ് ഇപ്പോൾ SIT അന്വേഷണം പോയിരിക്കുന്നത്. SIT ഗോവർദ്ധൻ്റെ ജുവല്ലറി ചെന്നപ്പോൾ കൃത്യമായിട്ട് ഈ 460 ഗ്രാം സ്വർണം കണ്ടെത്തി എന്ന് പറയുന്നു. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അവിടെയാണ് ഒരു സംശയം. ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു കണ്ടെത്തിയിരിക്കുന്നു സ്വർണം എന്ന്. വളരെ ഒരു ആത്മവിശ്വാസം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മൂകമായിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം ഇന്നൊന്ന് പ്രസന്നവദനായിട്ട് കാണുന്ന കണ്ടു. അവിടെ തന്നെയാണ് എനിക്ക് സംശയം. കാരണം പ്രശാന്ത് ആണെങ്കിലും വാസു ആണെങ്കിലും മുരാരി ബാബു ആണെങ്കിലും പോറ്റിയാണെങ്കിലും കള്ളന്മാരെന്ന് തന്നെ ഞാൻ പറയും. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ 2025 പോലും പോറ്റിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തത് അറിയാണ്ടല്ല എന്ന് പറയുമ്പോൾ അത് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കത്തില്ല. കാരണം ഇതിലെല്ലാവരും പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പ്രശാന്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ അറിയാം. പ്രശാന്തിനെ പറ്റി ഒരുപക്ഷെ മറുനാടനോ 1-2 ചാനലുകളൊക്കെ പോയി ഒന്ന് അന്വേഷണം നടത്തി ആ നാട്ടിൽ. പ്രശാന്ത് ആദ്യം ഒരു KSU പ്രവർത്തകനായിരുന്നു. പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയൊക്കെ വലിയൊരു നേതാവായിട്ട് കൗൺസിലറായിട്ടൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തു. അത് തോറ്റു. പക്ഷെ വളരെയധികം സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലുണ്ടായിരുന്ന, കുറേ നാളുകൾക്ക് മുമ്പ് വരെ പ്രതിസന്ധിയിലുണ്ടായിരുന്ന പ്രശാന്തിൻ്റെ വളർച്ച ഒരു വലുതായിരുന്നു. കാരണം ഇരുനില വീടൊക്കെ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ബാധ്യതകളൊക്കെ തീർത്ത് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന പ്രശാന്തിനെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. സെയിം അതേ രീതിയിലാണ് മുരാരി ബാബു 2019 ഒരു ഇരുനില വീട് വയ്ക്കുന്നു. അത് 2 കോടി രൂപയുടെ വീട് വയ്ക്കുന്നു. തേക്കിൽ തീർത്ത വലിയൊരു സൗധമാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ തേക്ക് എവിടെയെന്ന് കണ്ടെത്തിയപ്പോഴാണ് അവിടെയും SITക്ക് ഇപ്പോൾ ഇത് വന്നേ. അപ്പോൾ പ്രശാന്ത് അത്ര പെട്ടെന്ന് ആശ്വസിക്കുകയൊന്നും വേണ്ട. വീടിനെ തപ്പിയെടുത്ത് SIT വരും. അതല്ല, SITയുടെ അന്വേഷണം ഇവിടെ കൊണ്ടുവന്നങ്ങ് ചുരുക്കാന്ന് വെച്ചാൽ പോറ്റിയിലേക്കും മുരാരി ബാബുവിലേക്കും വാസുവിലേക്കും മാത്രം ചുരുക്കിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചു. സ്വർണം കിട്ടി എന്ന് പറഞ്ഞത് അയ്യപ്പൻ്റെ മുതൽ 460 ഗ്രാം എന്ന് ചോദിക്കുമ്പോൾ 4 കിലോ സ്വർണത്തിൻ്റെ കണക്കുകൾ, വിജയമല്യ കൊടുത്ത 4 കിലോ സ്വർണത്തിൻ്റെ കണക്കുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നിരവധി വസ്തുക്കൾ അവിടുന്ന് കണക്കിൽപ്പെടാത്തതും പെട്ടതുമായിട്ടുള്ള നിരവധി കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എവിടെ എന്നൊരു ചോദ്യം വരുന്നു. ഇതെല്ലാം അണുവിട വരാണ്ട് അവിടെ വെപ്പിക്കാതെ SITയുടെ അന്വേഷണം മാറത്തില്ല. അത്തരത്തിലൊരു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ മുന്നിൽ എല്ലാം സമർപ്പിച്ചു. കോടതി അന്വേഷണം നിർത്തി എന്ന് പറഞ്ഞ് ഹൈക്കോടതി അവിടെ മുക്കാനാണ് ശ്രമമെങ്കിൽ നടക്കത്തില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രപതി വന്നു പോയി. ഇനി അടുത്ത മണ്ഡലകാലം കഴിയുമ്പോൾ മോദി എത്തുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ കത്തയച്ചിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസി വേണം, CBI അന്വേഷണത്തിലേക്ക് വേണം എന്നുള്ള കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അന്വേഷണം ഒരു പക്ഷേ പ്രതിപക്ഷത്തിനും BJPക്കും ഒന്നും അത്ര തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ CBI അന്വേഷണം വരും. ഇതുകൊണ്ട് തീരില്ല. 6 മാസത്തേക്കുള്ള ഒരു നീട്ടിവെപ്പിനാണ് പിണറായി സർക്കാർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതും തീരത്തില്ല. SIT ഏതെങ്കിലും തരത്തിൽ വഴി മാറ്റി നിർത്തി അല്ലെങ്കിൽ SIT ഏതെങ്കിലും തരത്തിൽ ഒന്ന് വ്യതിചലിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് അയ്യപ്പൻ്റെ മുതലാണ് കട്ടെടുത്തിരിക്കുന്നത്. അയ്യപ്പൻ്റെ പൊന്ന് അണ്ണുവീട എന്തൊക്കെ വസ്തുക്കൾ എന്തൊക്കെ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ അത് മൊത്തം വെപ്പിച്ചേ ഒരു പക്ഷേ വിശ്വാസികളും അടങ്ങും. അതാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം BJP തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഇതിൽ നിന്ന് ഈ ഒരു മുരാരി ബാബുവിലേക്കും പോറ്റിയിലേക്കും മാത്രം അന്വേഷണം ഒതുങ്ങുന്ന കേസാണെന്നുണ്ടെങ്കിൽ നാളെ ജനം ഇതേ വിശ്വാസികൾ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ രാപ്പകൽ സമരത്തിന് വന്നെത്തിയിരിക്കുന്ന അവർ തന്നെ ചോദിക്കും രാജീവ് ചന്ദ്രശേഖരനോട്, എന്തിനാണ് ഞങ്ങളെ ഈ പണിക്ക് ഇറക്കിയതെന്നുള്ളത്, എവിടെ കൊണ്ടാണ് നിങ്ങൾ അന്വേഷണം നിർത്തിയെന്നുള്ളത്, എവിടെയാണ് സ്വർണം, ബാക്കിയുള്ള മുതൽ എവിടെയെന്നുള്ളത്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യം, ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നെങ്കിലേ പറ്റൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലും മാത്രം ഇതൊന്നും അല്ല, സമാനമായിട്ടുള്ള രീതിയൊന്നും അല്ല. അതിലും വലിയ കോടികളുടെ ആസ്തിയാണ് കട്ടുമുടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ടുള്ള ദേവസ്വം ബോർഡാണ്, ലിങ്ക്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്.
അതായത് ഇവിടെ എങ്ങനെയാണോ ഉരുക്കുന്നത് അത് അവിടെ അത്തരത്തിലുള്ള പ്രയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനക്കൊമ്പ് മോഷണം. അപ്പോൾ ഇതിൽ മുരാരി ബാബു അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള വലിയ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തേണ്ടത്. അല്ലാതെ 460 ഗ്രാം പോയ തങ്കം കിട്ടിയിട്ടുണ്ട്, പൊന്ന് കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷണം നിർത്തുന്നു എന്ന് പറയാൻ SIT അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അതിലേക്കാണ് എന്നാൽ പോക്ക്. നമ്മുടെ ഈ ഒരു പോക്ക് കാണുമ്പോൾ അറിയാലോ, അതിലേക്കാണ് പോക്ക്. ഏതായാലും പോറ്റി ഈ പറയുന്നത് പോലെ അന്ന് 109 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷന് കൊടുത്തിട്ട് സ്മാർട്ട് ക്രിയേഷൻ എന്ത് ചെയ്തു? ബാക്കിയുള്ള സ്വർണം കൽപേഷിന് കൊടുത്തു എന്ന് പറയുന്നു. കൽപേഷിൻ്റെ കയ്യിൽ നിന്ന് 460 ഗ്രാം സ്വർണം ഇന്ന് SIT കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി മാത്രമല്ല ഇതിൽ മുരാരി ബാബുവിലേക്ക് ചെന്നപ്പോഴത്തേനും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് SITക്ക് കിട്ടിയിരിക്കുന്നത്. മുരാരി ബാബു ഒരു മീനൊന്നും അല്ല, ഒരു വലിയൊരു പാമ്പ് തന്നെയാണ്, മലമ്പാമ്പാണ്, വിഴുങ്ങുന്ന മലമ്പാമ്പ് തന്നെയാണ്. ആനക്കൊള്ളയടക്കം നിരവധി ബിനാമി വിഷയങ്ങളുമായിട്ട് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ SITക്ക് ഇപ്പം മുരാരി ബാബുവിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. പെരുന്നയിലെ മുരാരിയുടെ വീടൊന്ന് പോയി കാണണമെന്നാണ് പറയുന്നത്. 2 കോടിയിൽ തീർത്ത ഒരു തേക്കിൻ്റെ സൗധം തന്നെയാണ് ആ പെരുന്നയിലെ വീട്. അതും പണി കഴിപ്പിച്ചതെന്നുമല്ല 2019 മുതൽ. അതായത് ഇവിടെ സ്വർണ്ണ കൊള്ള നടത്തിയ അതേ വർഷം തന്നെയാണ് 2019 മുതലാണ് വീടിൻ്റെ പണി തുടങ്ങിയത്. 1.5 വർഷം എടുത്തു വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ. പിന്നെ ഈ തേക്കിൻ്റെ സൗധം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് തിരുനക്കര ഏറ്റുമാനൂർ ഗസ്റ്റ് ഹൗസ് പണികൾക്ക്, ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് പണികളുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തേക്കും തടികൾ വനം വകുപ്പിൻ്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള ഡിപ്പോയിൽ നിന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ മുരാരി ബാബുവിൻ്റെ പരിചയക്കാരൻ്റെ ഡിപ്പോയിൽ നിന്നുമാണ് തേക്കിൻ്റെ തടികൾ എടുത്തോളാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ നടപടികളന്ന് നടന്നില്ല. മാത്രമല്ല ഏറ്റുമാനൂർ പടിഞ്ഞാറൻ നടയിൽ ഒരു പഴയ തടി വെച്ച് ഒരു വാതിൽ നിർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടുത്തെ ഉപദേശക സമിതി പറഞ്ഞു ഇവിടെ നടക്കുന്ന പരിപാടിയെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ തടി ഉൾപ്പെടെ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടുന്ന് എടുത്ത ഡിപ്പോയിൽ നിന്ന് എടുത്ത തടികൾ ഉൾപ്പെടെ എവിടെയെന്ന്, അത് എവിടെയാണ്? എങ്ങും പോയിട്ടില്ല, ഭദ്രമായിട്ട് ആ സൗധത്തിലുണ്ട്. മുരാരി ബാബുവിൻ്റെ ആ വീട്ടിനകത്ത് ഫുള്ള് തടികളും നിരത്തിയിട്ട് എല്ലാം തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 2 കോടി രൂപ വില വരുന്ന വീടെന്നാണ് പറയുന്നത്. 2 കോടി രൂപയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ഒന്ന് നോക്കൂ. ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് വെറും ഒരു ഗാർഡായിട്ട് ശബരിമല വന്ന വ്യക്തി 30 വർഷം തൻ്റെ സർവീസ് ജീവിതത്തിൽ എവിടം വരെ എത്തി? എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മാറി. അപ്പം ചില്ലറക്കാരനല്ല, നല്ല ബുദ്ധിയുള്ളവൻ തന്നെയാണ്. ഈ 30 വർഷം സർവീസ് നടത്തി അവസാനം 2019 അദ്ദേഹം ഒരു സൗധം പണിഞ്ഞത്. അത് 2 കോടി രൂപ. ഒരു ദേവസ്വം ജീവനക്കാരന് കിട്ടാവുന്നതിലപ്പുറം തുക. ഈ 2 കോടി തന്നെ എവിടുന്ന് കിട്ടിയെന്നൊന്നും ആലോചിച്ച് നോക്കൂ. ഒരു ആയുഷ്കാലം ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടുമുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മിച്ചം എന്താണുള്ളത്? ഒന്നുമില്ല. ഇനി ദേവസ്വം ബോർഡ് ജീവനക്കാരനായാൽ പോലും തന്നെ എത്ര കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും? ഒരു നോർമൽ ഒരു വീട് വെച്ചാൽ തന്നെയും അത് ലോണും കാശും അതും ഇതുമൊക്കെ ആയിട്ട് മക്കളുടെ പഠിത്തം, മക്കളുടെ വിദ്യാഭ്യാസം, ഈ പറയുന്ന കല്യാണം, ഇതൊക്കെ ഒരു മനുഷ്യന് ആയുസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ 1.5 വർഷം കൊണ്ട് 2019 2 കോടിയുടെ ഒരു വീട് വെച്ചു എന്ന് പറയുമ്പോൾ ഇന്നടുത്ത് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഏതായാലും മുച്ചൂട് SIT ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനി 3ാമത് ഒരാളും കൂടെ ഉണ്ട്. അതാണ് വിശേഷാൽപ്പെട്ട ഒരു വ്യക്തി. അത് നമ്മുടെ വാസുവിൻ്റെ ഒരു PA-കാരനാണ്. ഈ വ്യക്തി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ D. സുധീഷ് കുമാറാണ്. അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് SIT പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് CPM-ഉമായിട്ട് വലിയൊരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. CPM-ഉമായിട്ട് മാത്രമല്ല വാസുവിൻ്റെ PA കൂടിയാണ്. ഈ നിരവധി അഴിമതി കേസിൽ നിന്ന് നേരത്തെയും പെട്ടിട്ടുണ്ട്. അന്നല്ല ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദം കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും ഔദ്യോഗിക തലത്തിൽ, അതായത് ഷാഫിയെ ഇപ്പം മൂക്കിനിട്ട് ഇടിച്ച മറ്റേ അഭിലാഷം ഉണ്ടല്ലോ, ഡേവിഡ്, അതുപോലെ തന്നെ, അതായത് പിരിച്ചു വിട്ടാലും തിരിച്ചു ബൂമറാങ് പോലെ തിരികെ കയറാനുള്ള എന്തോ ജാലക വിദ്യ ഇദ്ദേഹത്തിനും അറിയാം, അതായത് സുധീഷ് കുമാറിനും അറിയാം. അത്തരത്തിലുള്ള ജാലക വിദ്യയിലൂടെ ഇപ്പോഴും എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന പദവി വരെ എത്തിയിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നേരെ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ചില സംഗതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ ഇദ്ദേഹം ഇതുമായിട്ട് പോറ്റിയുമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ട്. പക്ഷേ ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ സുരേഷിനെ പൂട്ടാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെയും വലിയ സമ്മർദ്ദങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുരേഷിനെ പൂട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് പോറ്റി, മുരാരി ബാബു, വാസു ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ നിൽക്കുന്നിടത്ത് സുരേഷിനെയും കൂടെ പൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ മുമ്പോട്ട് പോയെന്നിരിക്കും. അതിനെ അല്ലാതെ സുരേഷിനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും പരിഗണനയും കൊണ്ടൊന്നുമല്ല. അത് സുരേഷിനെ പൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ
പക്ഷേ വീണ്ടും മന്ത്രിതലത്തിലോട്ട് വലിയ 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 വമ്പന്മാരുടെ ഇടയിലോട്ട് ഇത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ടങ്ങ് നിർത്താം എന്നുള്ള രീതിയായിരിക്കാം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് നടക്കത്തില്ല. കാരണം ഇപ്പോൾ സർക്കിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അധികം വന്ന് വീണിരിക്കുന്ന പോറ്റിയാണ്. പോറ്റി കഴിഞ്ഞാൽ മുരാരി ബാബുവാണ്, പിന്നെ വാസു. ഈ 3 പേരുടെ ഇടയിലാണ്. മറ്റുള്ളവരൊക്കെ ഇനി ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത്, ഈ സ്വർണം പുതിയതാണോ പഴയതാണോ എന്നുള്ളത് കണ്ടെത്തണം. ഇനി 460 ഗ്രാം 2019 കട്ടുമുടിച്ച ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഉടമ ഗോവർദ്ധൻ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചു അത്രേ. വിശ്വസിച്ചിരിക്കുന്നു, മലയാളികളെല്ലാം വിശ്വസിച്ചു. അതും ഒരു ബിസിനസ്സുകാരൻ ജുവലറി ഷോപ്പിൻ്റെ ഉടമ 2019 കട്ടെടുത്ത സ്വർണം സൂക്ഷിച്ചു വെച്ച് എന്തെങ്കിലും വരുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി അത് ഞങ്ങൾ വിശ്വസിച്ചു. അത് കൃത്യമായിട്ട് 460 ഗ്രാം, അതിൽ ഒരു കട്ടി പോലും അയാൾ ആവശ്യത്തിന് എടുത്തില്ല. ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം എടുത്തിട്ടില്ല. ജുവലറി ഷോപ്പ് അടച്ചുപൂട്ടുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും അദ്ദേഹം അത് എടുത്തില്ല, സൂക്ഷിച്ചു വെച്ച് SIT വരാൻ കാത്തിരുന്നു. അതുവരെ അത് ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഇത് SIT അന്വേഷണം വരും. അതിനു മുന്നേ കുറച്ച് സ്വർണ്ണങ്ങൾ അങ്ങ് എടുത്തു വെക്കാം, കൃത്യമായിട്ട് 460 ഗ്രാം എടുത്തു വെക്കാം. എടുത്തു വെച്ചുകൊണ്ട് അന്വേഷണം അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യാം. സാക്ഷിയായി അല്ലെങ്കിൽ പോറ്റി എന്നെ പെടുത്തിയതാണേ, അല്ലെ എൻ്റെ ഈ ഞാൻ പോയി സ്മാർട്ട് ക്രിയേഷന് വാങ്ങിയതാണേ എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ സാക്ഷിയാവും, സ്മാർട്ട് ക്രിയേഷൻ സാക്ഷിയാവും. ഇതിൽ പെട്ടിരിക്കുന്ന പോറ്റി മാത്രം കട്ടെടുത്തു. പോറ്റി പോയി ഇങ്ങനെ ഇളക്കിയെടുത്തു, മുരാരി ബാബു ഇപ്പുറത്തെ പാളിയും പിടിച്ച് എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ബാക്കി എല്ലാ തന്ത്രിയും ബാക്കിയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഇത് വിശ്വസിക്കാം, എല്ലാവരും വിശ്വസിച്ചത് തന്നെ. ഏതായാലും അതിലേക്ക് മാത്രം അങ്ങ് ഇതാക്കിക്കൊണ്ട് പോറ്റി കട്ടെടുത്തു. അതായത് ശബരിമലയിൽ പോയി കള്ളനെ പോലെ പോയി കട്ടെടുത്തു എന്ന് തരത്തിൽ വരുത്തി തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന അന്നം കഴിക്കുന്ന മലയാളികൾ അത് വിശ്വസിക്കത്തില്ല. BJP ഇപ്പോൾ വലിയ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു തീരുമാനം ഒരുപക്ഷെ പ്രതിപക്ഷവും BJP എടുത്തില്ലെങ്കിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല ഈ 2 പാർട്ടികളുടെ ഇടയിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വിശ്വാസികൾ ചോദിക്കും, നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചെയ്തിട്ട് ഒരു അന്വേഷണം, പ്രത്യേകിച്ച് BJPയോട് ചോദിക്കും, ഒരു കേന്ദ്ര അന്വേഷണം പോലും നടത്താതെ ഇത് വെച്ച് പൂട്ടിക്കെട്ടാൻ ആരാണ് പറഞ്ഞത്? അപ്പം നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത്. CJP കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ള ഒരു പരസ്യമായ രഹസ്യമായിരിക്കുന്നു. അമിത്ഷായെ പോയി കാണുന്നു, ഇവിടെ PM ശ്രീ പദ്ധതി കൊണ്ടുവരുന്നു, അമിത്ഷായെ പോയി കാണുന്നു, പല കേസുകളും പിണറായി വിജയൻ മുക്കുന്നു. അത്തരത്തിൽ അമിത്ഷായെ മോദിയെ കണ്ടാൽ എന്ത് നടക്കും എന്നുള്ള രീതിയിലാണെങ്കിൽ അയ്യപ്പനെ മുക്കാം എന്ന് വിചാരിക്കേണ്ട. അയ്യപ്പൻ്റെ കാര്യത്തിൽ മോദി ഇടപെടില്ല. അയ്യപ്പൻ്റെ കാര്യത്തിൽ ഈ പറയുന്നോണം മോദി സർക്കാർ പിണറായിയുടെ കൂടെ നിൽക്കുമെന്നും തോന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടെ ഒരു താമര വിരിഞ്ഞു, ഇനി ഒറ്റ താമരയും വിരിയാത്ത രീതിയിൽ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കും. കാരണം ഇത് ജനങ്ങൾ, അതായത് NSSലെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ മറ്റ് ഹിന്ദുമത സംഘടനകളും പറയുന്നിടത്തല്ല ഹിന്ദു സമുദായത്തിൽ ഓരോ വ്യക്തികളും വോട്ട് കുത്തുന്നത്. ഇടയലേഖനം വായിച്ചിട്ടല്ല ഇന്ന് ഓരോരുത്തർ വോട്ട് കുത്തുന്നത്. അതൊക്കെ അവർക്ക് പറയാം, പ്രതിനിധി എന്നുള്ള രീതി അവർ പറയും. പക്ഷേ വോട്ട് കുത്തണമെന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യൻ്റെ നെഞ്ചത്തേറ്റ മുറിവ് അവർക്ക് ഓർമ്മയുണ്ട്. അതറിഞ്ഞ് വോട്ട് കുത്തത്തുള്ളൂ. അത് ഓർമ്മ വെച്ചാൽ നന്ന്. മാത്രമല്ല സുകുമാരൻ നായരെ പോലും, സുകുമാരൻ നായരുടെ, അതായത് D സുധീഷ് കുമാർ അവസാനം NSSൽ പെരുന്നേൽ NSSലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം കൂടി വഹിക്കുന്ന രീതിയിലെത്തി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി. കാരണം സുകുമാരൻ നായരുടെ ഒരു പ്രധാന ആളുകൂടിയായിരുന്നു ഈ സുരേഷ് കുമാർ. അപ്പം എങ്ങനെയാണ് പെരുന്നേലെ സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നും ഇപ്പം ചെകഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നേലെ സുകുമാരൻ നായർ, സുരേഷ് കുമാർ, മുരാരി ബാബു, പോറ്റി, വാസു എന്ന് വേണ്ട എല്ലാവരും പെട്ടു. അതിൽ പിണറായി വിജയൻ ഒന്നും അറിഞ്ഞില്ലേ, മറ്റേ വാസവനൊന്നും അറിഞ്ഞില്ലേ, കടകംപള്ളി ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞൊന്നും മാറി നിൽക്കേണ്ട. എല്ലാവരും പുറത്തു വരിക. SIT അന്വേഷണം കൃത്യമായിട്ടുള്ള രീതിയാണ്. ഈ 460 ഗ്രാം കിട്ടി, അപ്പം തീർന്നു, ഇവിടെ വെച്ച് ഗുഡ് ബൈ എന്ന് പറയാനാണ് SITയുടെ തീരുമാനമെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അതിൽ ആൾക്കാർ വിശ്വസിക്കുമില്ല. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം ഏത് തരത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന്.